ഹായ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നിങ്ങളെന്തിങ്ങനെ നോക്കിയിരിക്കുന്നത്? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നാൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ, നമ്മളെ ഭാഷയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതേ രീതിയിൽ അതേപോലെ സംസാരിച്ചത്. അപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ എന്ത് ഭാഷയാണെന്നൊന്നും പറയണ്ട, നിങ്ങൾക്ക് ഞാനത് പറഞ്ഞുതരാം എങ്ങനെയാണ് നമ്മൾ ആ പ്രാസങ്ങളെല്ലാം യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ എല്ലാവരും എൻ്റെ പേര് കാണാൻ ശ്രമിക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആടെയല്ലോ ഒന്നാണ് താഴെയൊരു ഇങ്ങനെയുള്ള സൈൻ ഉണ്ടാവും, അവിടെ നിന്ന് ലൈക്ക് ചെയ്യണോ. പിന്നെ ഇപ്പുറത്തൊരു സാധനം ഉണ്ട്, ഇപ്പുറം വലത്തോട്ട് പോയി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ്, അതും കൂടി ഒന്ന് ഞെക്കണേ. അത് ഞെക്കിയാലൊന്നും ആവുമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ഞെക്കിക്കോ. അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ, കം ഓൺ. അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് നമ്മളെ ഭാഷ എങ്ങനെയാണ്, കോമഡി എല്ലാം വിട്ടേ, പിന്നെ നമുക്ക് ഭാഷയിലേക്ക് എടുക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ കണ്ണൂർ ഭാഷേനെ കുറിച്ചിട്ട് ചില ആൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ തൃശ്ശൂർക്കാരല്ലെങ്കിൽ നമ്മളെ ഭാഷേനെ കുറിച്ചിട്ട് ഇത് എന്ത് ഭാഷയെന്ന്, ഇതെന്തിനാ നീ സംസാരിക്കുന്നത്, അങ്ങനെയെല്ലാം കുറേ ആൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവും. എനിക്കെല്ലാം അനുഭവപ്പെട്ടിനെ. നമ്മൾ തൃശ്ശൂരിൽ കുറച്ച് ആൾക്കാരെല്ലാം ഉണ്ട്, അവർ വന്നു കഴിഞ്ഞാൽ നമ്മളെ സംസാരം കേട്ട് കഴിഞ്ഞാൽ വെറും ചിരിയാണ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോരോ വേർഡ്സ് ഇല്ലേ, അവർ നല്ല സ്പഷ്ടമായി യൂസ് ചെയ്യുമ്പോൾ നമ്മളെ ഈസിയായി സംസാരിക്കും. നിങ്ങളിങ്ങനെ അവിടെ പോയിരുന്നു എന്നെല്ലാം ആക്കുമ്പോഴത്തേക്കും നമ്മൾ അവിടെ പോയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിക്കും. അപ്പോൾ കുറച്ച് ടെക്നിക്ക്, കുറച്ച് ട്രിക്സാണ് ഭാഷേനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നത്. ആദ്യം നമുക്ക് കോമ്പിനേഷൻ വേർഡ്സ് എന്നാന്ന് നോക്കാം. കോമ്പിനേഷൻ വേർഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വലിയ ഗ്രാമറിലേക്ക് കിടക്കുമെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ. ഗ്രാമറിലേക്കൊന്നും കിടക്കുന്നില്ല. ഞാൻ പറഞ്ഞത് കോമ്പിനേഷൻ വേർഡ്സ് എന്ന് പറഞ്ഞാൽ അതായത് ഈ വേർഡ്സ് തമ്മിൽ എപ്പോഴും ഒരുമിച്ചുണ്ടാവുക. അത് ഓന് ഓള്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ, ഓന് ഓള്. അപ്പോൾ ഇത് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഓനാണ് എൻ്റെ ലൈനി, ഓനാന്ന് എൻ്റെ അനിയെ. പക്ഷെ നിങ്ങൾ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് സംസാരിക്കുക, അവനാണ് അല്ലേ, അവളാണ്, അല്ലെങ്കിൽ ഇതെൻ്റെ ഭർത്താവ്, അങ്ങനെ പറയുന്നില്ലേ. നമ്മൾ എന്ത് സംസാരിക്കുമ്പം ഓൻ ഓള് എന്ന് വെച്ചിട്ട് സംസാരിക്കുക, അവൻ അല്ലെങ്കിൽ അവർ അങ്ങനെ വെച്ച് സംസാരിക്കില്ല. അതായത് റെസ്പെക്റ്റ് ചെയ്യേണ്ടടുത്ത് റെസ്പെക്റ്റ് ചെയ്യുക, വേറെ കാര്യം. പിന്നെ നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത്, പിന്നെ കുറച്ച് കോമ്പിനേഷൻ വേർഡ്സ് കുറേ ഉണ്ട്. ഞാൻ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ ഈ ഭാഷ കേട്ടിട്ട് വെറുതെ എൻ്റെ ഉള്ള അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയാലോ, കാരണം അത്രയും അള്ളിപ്പിടിച്ച ഭാഷ നിങ്ങൾക്ക് അറിയാമല്ലേ, ചിരിച്ച് ചാകുന്ന ഭാഷയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത്ര വലിയ പ്രാസത്തിലേക്കൊന്നും പോയില്ല. ചെറിയ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേർഡ്സാണ് പറയുന്നത്. പിന്നെ ഇപ്പം നമ്മൾ എവിടെയും ഡെയിലി ലൈഫിൽ എപ്പോൾ യൂസ് ചെയ്യുന്നതാണ് അവനവിടെ പോയി, അതാ അവനെ കണ്ടോ, അതാ അവളെ കണ്ടോ എന്നൊന്നും നമ്മൾ പറയില്ലേ. നമ്മളെങ്ങനെ പറയാറിയോ, അത് ഓനോക്കിയാട്ടെ, അതാ ഓനോക്കിയ ഓളോക്കിയ, ഓളോൻ്റെ ബയ്യെന്ന് പോവില്ല. നമ്മൾ അങ്ങനത്തെ ഒരു യൂസ് ചെയ്യുക. അതായത് പക്ഷേ കണ്ണൂർക്കാർ നല്ല രീതിയിൽ സംസാരിക്കുന്നവരുണ്ട് കേട്ടോ. അത് വട്ടവർ അതല്ല നമ്മൾ പറയും. നമ്മൾ ഈ നാട്ടും പുറത്തെ ആൾക്കാരില്ലേ, അവരൊന്നും ഇങ്ങനെ അവള് അവനി എന്നൊന്നും സംസാരിക്കാൻ നിൽക്കില്ല. ഓനോള് തന്നെ സംസാരിക്കാം. നിങ്ങൾ കണ്ണൂർ വന്നിട്ട് ഏത് നാട്ടുകാരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ എവിടെ പോയി വീണോയിക്കോ, അങ്ങനെ അവർ സംസാരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കോമ്പിനേഷൻ വേർഡിലേക്ക് കിടക്കാം. അടുത്തത് കീഞ്ഞ് പാഞ്ഞ് എന്ന് പറഞ്ഞത് എന്നാ ഉദ്ദേശിക്കുന്നുണ്ടാന്ന് വെച്ചാൽ, അത് ഒട്ടുമിക്ക ആർക്കും തിരിയാത്തൊരു വേർഡാണ് കേട്ടോ. അതായത് കഴിഞ്ഞ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അത് അവർ ഇങ്ങനെ കല്യാണത്തിനും അങ്ങനത്തെ നല്ല ഇവൻറ്റ്സിനെ വരുത്തുക, പറശ്ശിനിക്കടവ് പോകാനൊക്കെ വരുത്തുന്നുണ്ട്. ഞങ്ങളെ വീട്ടിൽ തൃശ്ശൂർക്കാരാണ്. അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂസ്ഡ് ആയ വേർഡാണ് ഈ കീഞ്ഞ് പാഞ്ഞ്. അവരെപ്പോൾ ചിരിക്കും, എൻ്റെ വർത്തമാനം കേട്ടോ എന്തായാലും ഉറപ്പായിട്ടും ചിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ കീഞ്ഞ് പാഞ്ഞിനെ കുറിച്ചിട്ടാണ്. അതായത് അത് രണ്ടർത്ഥത്തിലെടുക്കാതെ. അതായത് ഇപ്പോൾ നമ്മൾ ഫോൺ വിളിച്ചിട്ട് ഇപ്പോൾ ഒരാളോട് ചോദിക്കുന്നത്, നമ്മളെ ഫ്രണ്ടോട് നമ്മൾ ഇട്ടോണ്ട് പോകാൻ നിൽക്കുന്നു വിചാരിച്ചോ. അപ്പോൾ നമ്മൾ വിളിച്ചിട്ട് ചോദിക്കുന്നത് ആണേ നീ കീഞ്ഞാ, അങ്ങനെ ചോദിക്കും. പക്ഷെ നിങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ എങ്ങനെയാണ്, നിങ്ങൾ ഹലോ റെഡി ആയോ എന്നല്ല ചോദിക്കുക, പക്ഷെ നമ്മൾ ആണേ കീഞ്ഞോ. അപ്പോൾ അതതിൻ്റെ ഒരു അർത്ഥമാണ്. പിന്നെ വേറെ ലെവലിൽ ഇതിൻ്റെ അർത്ഥം എടുക്കും. അതായത് കീഞ്ഞോടി, അതായത് ഇറങ്ങി ഓടി എന്ന് പറയുന്നില്ലേ, നമ്മൾ കീഞ്ഞു പാഞ്ഞെന്ന് പറയാം. അതായത് പായുക ഓടുക കേട്ടോ. ഓടുക എന്ന് പറയുന്നതിനാണ് പാഞ്ഞ്, കീഞ്ഞ് എന്ന് പറഞ്ഞത് ഇറങ്ങി, മനസ്സിലായോ. അപ്പോൾ അത്രയും വേഗത്തിൽ ഭാഷയെ വളച്ചൊടിക്കാൻ വേണ്ടി പറ്റുന്ന ഒരേ ഒരു നാട് കണ്ണൂരാണ്. അങ്ങനെ സ്പഷ്ടമായി സംസാരിക്കാനൊന്നും നമുക്ക് നേരമില്ല, നമുക്ക് പോയിട്ട് വേറെ പണിയുണ്ട്, മനസ്സിലായോ. അതാണ് അതിൻ്റെ നെക്സ്റ്റ് ട്രിക്ക്. അപ്പോൾ കോമ്പിനേഷൻ വേർഡ്സ് മനസ്സിലായില്ലേ. അപ്പോൾ ഇനി ഏടെങ്കിലും കണ്ണൂർ കൊണ്ടുപോയിട്ട് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഉപകാരമാകും എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ, വേറെ ഒന്നുമല്ല. മാത്രമല്ല ഞാൻ കണ്ണൂരല്ലേ, ഞാൻ യൂട്യൂബ് ചാനലെല്ലാം തുടങ്ങിയിട്ട് ഈ കണ്ണൂർ ഭാഷയിലൊന്നും ഒരു വീഡിയോ പോലും ഇട്ടില്ല എന്ന് പറഞ്ഞാൽ അതെല്ലാം എനിക്ക് മോശമാണ്, നമുക്കെല്ലാവർക്കും മോശമല്ലേ.
അത് വിട്ടെ. അപ്പോൾ കോമ്പിനേഷൻ വേർഡ്സ് മനസ്സിലായില്ലേ? നെക്സ്റ്റ് വേർഡ്സിലെടുക്കാം. നെക്സ്റ്റ് ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഭാഷേൻ്റെ സബ്സ്റ്റിറ്റ്യൂഷനാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പം വലിയ ഇതായിട്ടൊന്നും എടുക്കണ്ട. ഇത് ഇംഗ്ലീഷ് ഗ്രാമർ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നും ഞാൻ ചെയ്യുന്നതല്ല കേട്ടോ. കുറച്ച് അതിൻ്റെ ഒരു കാറ്റഗറൈസ് ചെയ്തിട്ട് ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനെയാണ് സംസാരിക്കലെന്ന് പറഞ്ഞിരുന്നതാണ്. വേറെ ഒന്നുമല്ല, ഭാഷേൻ്റെ ഒരു ടെക്നിക്ക്. എല്ലാവർക്കും ഇത് മനസ്സിലാണെന്നില്ല, അതുകൊണ്ടാണ് സംഭവം പറഞ്ഞിരുന്നത് കേട്ടോ. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മളില്ലേ ഈ വായില്ലേ അതിന് പകരം നമ്മൾ ഈ ഭാഷയിൽ യൂസ് ചെയ്യുന്നത് ബായാണ്. അപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരട്ടെ നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞുതരാം. എണേ വാണേ, എടാ വാടാ, മനസ്സിലായ? നിങ്ങളിപ്പോൾ അങ്ങനെ ആയിരിക്കും വിളിക്കുക, വായോ, വന്നാട്ടി. നമ്മളങ്ങനെയല്ല നമ്മളങ്ങനെയല്ല വിളിക്കുക. ഞാൻ പറഞ്ഞത് എണേ ബാണേ വന്നിരിക്കണേ, വന്നിരിക്ക്. വാന്ന് പറഞ്ഞിട്ടൊന്നും അതിനെ വാന്നാക്കൂല, തുറക്കൂല വായി. വന്നിരിക്കണേ ഇത്ര സിമ്പിളാണ്. നോക്കിയാട്ടെ, ഇതാണോ നിങ്ങൾ വെറുതെ പിന്നെ നമ്മളെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കേണ്ട ഒരാവശ്യമില്ല കേട്ടോ. ഇത്ര സിമ്പിളായ ഭാഷ ലോകത്ത് വേറെയില്ല. മലയാളത്തിന് ഇങ്ങനെ സിമ്പിളായിട്ട് സംസാരിക്കാൻ വേറെ എവിടെയും കഴിയോ? പറ, കയ്യോ കണ്ട, കഴിയുമോ? അതാണ് കയ്യോന്ന് ഇപ്പം ഞാൻ യൂസ് ചെയ്തത്. അപ്പം എൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ ഒരുപാട് വരും. അപ്പോൾ നിങ്ങൾ അതിൽ നിന്നെല്ലാം ഇങ്ങനെ വെറുതെ നോട്ട് ചെയ്തോട്ടാ. അതെല്ലാം ഇതിൻ്റെ ട്രിക്ക്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ മനസ്സിലായില്ലേ? അതായത് വ. അതായത് ഒരു എക്സാമ്പിൾ കൂടി ഞാൻ പറയാം. വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ, നിങ്ങൾ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ പറയില്ലേ? അപ്പം നമ്മൾ പറയുന്നത് ആണേ നീ വല്ലാണ്ടങ്ങ് ആയിപ്പോയല്ലാണേ, വല്ലാണ്ടങ്ങ് ക്ഷീണിച്ചു പോയല്ലാണേ, മനസ്സിലായ? ബല്ലാണ്ട്. അപ്പം നമ്മളിന്ന് യൂസ് ചെയ്ത് വല്ലാതേന് പകരം നമ്മൾ ബല്ലാതേന്ന് യൂസ് ചെയ്ത് മനസ്സിലായ? അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? പിന്നെ തമിഴ്നാട്ടിൽ ഈ മഴക്ക്, വഴിക്ക്, ഈ ശ്രീഹള്ളിയിലേക്കുള്ള അങ്ങനെ പറയുന്നില്ലേ? ഞാനത് തേച്ചും പറഞ്ഞ് നിങ്ങൾ ചിരിക്കൂ. അതല്ല, ആ മോഹൻലാലിൻ്റെ പടത്തിൽ ശ്രീഹള്ളി ലേലുവല്ലു ഓർമ്മ വന്നാ ആ സംഭവം തന്നെ. അപ്പോൾ ഈ തമിഴ്നാടല്ലേ? അത് തമിഴ്നാടൊന്നുമല്ല. അല്ല, ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാ. പിന്നെ അതായത് ഈ വഴി എനിക്ക് മറ്റേ തന്നെ വയൽ വരുന്നത് അതല്ലേ. പിന്നെ മഴ പിന്നെ തമിഴ്നാട്ടിൽ എന്ന് പറയാം മള, മനസ്സിലായോ? അങ്ങനെ. അപ്പോൾ നമ്മൾ അതേപോലെ യൂസ് ചെയ്യുന്ന ഒരു വേർഡുണ്ട്. അതായത് ഈ നമ്മൾ നാറ്റാ പറയാം. അതായത് മഴ പെയ്യുന്നുണ്ടല്ലോ, മഴ കണ്ട, മഴ, പുയ, കോയി ആണ്. കോയി കൂയല്ല, കോയി കൂക്കിയല്ല, നീ ഒന്ന് എണീക്കുന്നില്ലേ, മനസ്സിലായ? അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ വേർഡ് രണ്ടെണ്ണം ഉള്ളത്. ഒന്ന് വാക്ക് പകരം ഴാക്ക് പകരം നിങ്ങളും പഠിച്ചല്ലേ? ഇത്രയുള്ളൂ ടെക്നിക്ക്. സിമ്പിളാണ്. നിങ്ങളിങ്ങനെ സ്പഷ്ടമായിട്ടൊന്നും സംസാരിക്കേണ്ടെന്നേ മലയാളം. ഇത്ര ഈസിയിൽ സംസാരിക്കാൻ പറ്റുന്ന വേറെ ഏതെങ്കിലും നാട്ടിൽ നിങ്ങൾ സംസാരിച്ചിന് ഇതേപോലെ ഈസിയിൽ? ഇത്ര ഈസി നമ്മളെ ഭാഷ സംസാരിക്കാം. അപ്പം നെക്സ്റ്റ് അടുത്ത് ഞാൻ പറയട്ടെ. ഒരു കണ്ണൂർക്കാരനെ അല്ലെങ്കിൽ കണ്ണൂർക്കാരെ സംബന്ധിച്ച് അവരെ വീട്ടിൽ ഡെയിലി ലൈഫിൽ ഡെയിലി റൂട്ടീൻസിൽ യൂസ് ചെയ്യുന്ന ഒരു അടുത്ത വേർഡ്സാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ എന്നെല്ലാം പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അത് ഈ ബേജാറും പുറത്ത് സംസാരിക്കുന്നുണ്ടാവും. അത് വിട്ടേ. പിന്നെ എന്ന് വെച്ചാൽ അതായത് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് നിങ്ങളെങ്ങനെ ഇതിന് അതായത് പറയാമെന്ന് നിങ്ങൾ യൂഹിച്ചോ. അല്ല, ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. പറഞ്ഞു തരുമ്പോൾ കണ്ട, പറഞ്ഞു തരുമ്പോൾ ഒന്നും പറയുന്നില്ലല്ലോ ഞാൻ. പറഞ്ഞു തരുമ്പോൾ കണ്ട. അപ്പം എൻ്റെ ബായിന്നും എൻ്റെ ബായിന്നും വായിൽ നിന്നും എന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ. എൻ്റെ ബായിൽ നിന്ന് ഇങ്ങനെ വരുമ്പം തിരിയും മനസ്സിലാകും. കണ്ട, വെരി സിമ്പിൾ. നെക്സ്റ്റ് ഞാൻ പറഞ്ഞുതരാം. എല്ലാം റൂട്ട് മാറുന്നുണ്ടേ. കാരണം എൻ്റെ ഭാഷ വായിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് സ്പോട്ടിൽ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ ഏത് കണ്ണൂർക്കാരനെയും വീട്ടിൽ ഡെയിലി ലൈഫിൽ റൂട്ടീനിൽ യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സാണ് ഈ പറയാൻ പോകുന്നത്. അതായത് കലമ്പി, ഓടുത്തു. ഈ കലമ്പ്, ഓടുത്തു ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന. അതായത് ഓൻ എന്നെ കലമ്പി, അല്ലെ മാഷ എന്നെ ഇന്ന് കലമ്പീനി, അച്ഛൻ എന്നെ കലമ്പി. എന്നാൽ കലമ്പി, വാട്ട് യു മീൻ കലമ്പി? കലമ്പി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, വഴക്ക് പറഞ്ഞു. അത് നമ്മളിങ്ങനെയൊന്നും സംസാരിക്കാറില്ല.
ഇന്ന് എന്നെ നല്ലോണം വഴക്കു പറഞ്ഞു. അത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരാൾ നമ്മളെ വീട്ടിൽ പിന്നെ എക്സ്ട്രാ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് സംസാരിക്കും. നമ്മളെന്നൊരു ആ ഭാഷ യൂസ് ചെയ്യിക്കില്ല. അത് നമ്മൾ വിചാരിക്കില്ല, ഈശോ അവരെന്താ വിചാരിക്കും, അത് വിചാരിച്ചിട്ട് നമ്മളെന്ത് ചെയ്യും, അവരെന്നെ വഴക്ക് പറഞ്ഞു, നമ്മളത് കഷ്ടപ്പെട്ട് സംസാരിക്കും. പക്ഷെ നമുക്കത് വരൂല. അതൊരു കണ്ണൂർക്കാർക്കും മനസ്സിലാകും അല്ലേ, ഞാൻ പറയുന്നത് നല്ല നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അത് മനസ്സിലാവും. അത് സംഭവം എന്ന് വെച്ചാൽ പിന്നെ ഞാൻ പറഞ്ഞ വേർഡ് ഓടുത്തു എന്നാണല്ലേ, ഓടുത്തു. അതായത് അമ്മേ എൻ്റെ ചെരുപ്പ് കൊടുത്തു, നമ്മൾ എവിടെ അതിന് പറയുന്ന ഒരു വേർഡാണ് ഒടുത്തു. അതായത് എവിടെ എന്നുള്ള വാക്കിന് യൂസ് ചെയ്യുന്ന വേറെ ഒരു വേർഡാണ് ഒടുത്തു. അപ്പോൾ ഡെയിലി ലൈഫിൽ നമ്മൾ ഈ ഒടുത്തും കലമ്പ് എന്ന് പറഞ്ഞ സാധനങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനമാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. ഇതെന്നാ നിങ്ങൾ പറയാം, ഡ്രസ്സില്ലേ, നമ്മൾ ഡ്രസ്സെന്നും പറയും, കുപ്പായെന്നും പറയും, മനസ്സിലായോ? അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാൻ നിന്നാൽ ഈ വീഡിയോ 2-3 മണിക്കൂർ പോകുകയുള്ളൂ, വേറെ ഒന്നും ആവില്ല. അതായത് നിങ്ങൾക്ക് ബോറടിക്കുമൊന്നുമില്ല എന്ന് എനിക്കറിയാം. കാരണം ഞാൻ കുറച്ച് കോമഡി പരമായിട്ടാണ് കാരണം നമ്മൾ ഈ ഭാഷ കോമഡിയാണെന്നല്ലോ, അപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കേൾക്കാൻ. അപ്പോൾ കേൾക്കാൻ കണ്ട, കേൾക്കാൻ എന്ന് പറഞ്ഞില്ലല്ലോ, യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ എത്രമാത്രം ഭാഷയെ ചുരുക്കി, ഇപ്പം എല്ലാം ചുരുക്കല്ലേ അല്ലേ, എല്ലാം മറ്റേ എന്താണ് Ctrl+C Ctrl+V Ctrl+C, അതേപോലെയാണ് ഒരു കൺട്രോൾ വെച്ചിട്ടുള്ള ക്ലിക്കിംഗ് പോലെയാണ് നമ്മളുടെ കണ്ണൂർ ഭാഷ. പിന്നെ ലാസ്റ്റായിട്ട് ഒരു കാര്യം കൂടി പറയാം. അതായത് ഈ മാച്ചിലും കാട്ടം കൊരിയും നിങ്ങൾ അടുക്കി എന്നാന്ന് എനിക്കറിയില്ല. ഈ കണ്ണൂർക്കാരുടെ ഭാഷയിൽ മാച്ചിലി കാട്ടം കൊരി, ചൂലെന്നെല്ലാം ചില നാട്ടിൽ പറയും. കാട്ടം കൊരിക്ക് എനിക്ക് തീരെ എന്നാന്ന് അറിയില്ല കേട്ടോ, സംഭവം എന്നാ പറയാമെന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഈ കാട്ടൻകൊരിക്കും മാച്ചിലിനും പറയാമെന്ന് ഒന്ന് താഴെ കമൻറ്റ് ചെയ്തിട്ട് എനിക്ക് പറഞ്ഞു തരണേ. സംഭവം എനിക്കറിയില്ല. എല്ലാവരും ഓരോ നാട്ടുകാർ നിങ്ങൾ ഏത് ജില്ലക്കാരാണെന്നുള്ളത് കമൻറ്റ് ചെയ്തിട്ട് അതിനെന്തൊക്കെയാണ് പറയാമെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ വലിച്ചു നീട്ടിയിട്ട് പോന്നെങ്കിൽ കുറേ പറയാനുണ്ട്. ഭാഷ ഇങ്ങനെ നിരന്ന് കിടക്കുകയല്ലേ നമ്മളെ ലാംഗ്വേജ്. അപ്പോൾ അതിലേക്കൊന്നും കിടക്കുന്നത് 2-3 മണിക്കൂർ. നെക്സ്റ്റ് നിങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നെക്സ്റ്റ് ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ണൂർ ഭാഷയിൽ തന്നെ സംസാരിച്ചിട്ട് ഞാൻ വരും. ഞാനൊരു കണ്ണൂർക്കാരിയാണെന്നുള്ളതിൽ എനിക്ക് നല്ലൊരു അഭിമാനമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കണ്ണൂരിലെ ഈ ഒരു വീഡിയോ ഇട്ടത്. അതായത് കണ്ണൂരിൽ ജനിച്ചു വളർന്നിട്ട് ഞാനൊരു കണ്ണൂർ ഭാഷയിലൊരു വീഡിയോ ഇട്ടില്ല എന്ന് പറഞ്ഞാൽ ആളെന്ന് വിചാരിക്കുക. പിന്നെ ഞാൻ ചില വീഡിയോസിലെല്ലാം നല്ല ഒരുപോലെ സംസാരിക്കുന്നുണ്ട് ഞാൻ. അതായത് ഇങ്ങനെ അങ്ങനെ എന്നെല്ലാം പറഞ്ഞ് നല്ല സ്പഷ്ടമായി സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ പഠിച്ചിട്ട് സംസാരിക്കുന്ന കേട്ടോ. മീൻസ് അങ്ങനെയല്ല, അങ്ങനെ സംസാരിക്കാൻ പാടില്ല, മൈൻഡിൽ കൊടുക്കൂ. ആടാന്ന് പറഞ്ഞു എന്നെല്ലാം പറഞ്ഞ് മൈൻഡിൽ കൊടുത്തിട്ടാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ വോയിസ് ഓവർ ആയാലും ഇതുപോലെ വീഡിയോസ് ആയിട്ടാവും വരുന്നത്. എന്നാലും ചില ഭാഷകൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, കണ്ണൂർ ഭാഷ വരുന്നുണ്ടാവും. പക്ഷെ എനിക്ക് തിരിയില്ലല്ലോ, എനിക്ക് മനസ്സിലാവില്ലല്ലോ. കണ്ടോ, അങ്ങനെയെല്ലാം പറയുമ്പോൾ നമുക്ക് ഭയങ്കര ടഫായി തോന്നുന്നു. അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല ഗൈസ്, ഞാൻ പറയാം. അങ്ങനെ നമുക്ക് തിരിയില്ലല്ലോ, കഴിഞ്ഞില്ലേ, സിമ്പിൾ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, മനസ്സിലാക്കുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ എൻ്റെ വരെ കണ്ട എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കും എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. പിന്നെ അടുത്തത് ഞാൻ ഇങ്ങനത്തെ തരം വീഡിയോസാണ് വേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തു. ഇതുപോലത്തെ വീഡിയോസ് ആണെങ്കിൽ ഇതുപോലത്തെ വീഡിയോസായിട്ട് ഞാൻ വരും. ഓവറായിട്ട് 2 മണിക്കൂറെല്ലാം പറയേണ്ട ഒരു ടോപ്പിക്കാണ് ഈ കണ്ണൂർ ഭാഷ എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല, ചില കാര്യങ്ങൾ പറഞ്ഞു തന്നില്ലേ, അപ്പോൾ കുറച്ച് മനസ്സിലായില്ലേ. ഇനിയിപ്പോൾ ഒരു കണ്ണൂരിൽ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ തന്നെ അവിടെ കൊണ്ടുപോയിട്ട് നിങ്ങൾ ഇട്ടാൽ നിങ്ങൾ മനസ്സിലാക്കൂലേ. കീഞ്ഞു പാഞ്ഞുന്നു, ഓളുന്നു, ഓടുത്തു, കലമ്പ്, പിന്നെ കുപ്പായം, കാട്ടൻകോരി. നിങ്ങളില്ലേ ഈ പ്ലേറ്റിലെല്ലാം എന്താ പറയുക, പ്ലേറ്റ്, ബസ്സി, നമ്മളിവിടെ ബസ്സി എന്ന് പറയും. ബസ്സി, കുയിലി, കൈലി, സ്പൂണ്, കരണ്ടിക്ക് സ്പൂണ്, കയ്യിൽ കുറേ ഉണ്ട്. അങ്ങനെ ഒരുപാടുണ്ട്, ഒരുപാട് നീളും കേട്ടോ. അപ്പം അതിലേക്കൊന്നും കിടക്കുന്നില്ല. വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇടിയൊക്കെ പൊട്ടുന്നുണ്ട് ഗൈസ്, മഴേൻ്റെ നല്ല കോളുണ്ട്. മഴ തുടങ്ങിയല്ലേ, മഴക്കാലമായി. അപ്പം എൻജോയ്. അപ്പം എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടു നിന്ന എല്ലാവർക്കും നന്ദി. അടുത്ത നെക്സ്റ്റ് നല്ല ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വരും. ബൈ.